ഹരേ കൃഷ്ണ. എല്ലാവർക്കും കൗസ്തുഭം വെജ് ഫുഡ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വളരെ സ്വാദിഷ്ടമായ ഒരു ലഡ്ഡുവാണ് ഉണ്ടാക്കുന്നത്. ഇത് ഞാൻ ബലറാം ജയന്തിക്ക് ഭഗവാന് നൈവേദ്യമായിട്ട് വെച്ചതാണ്. സാധാരണയായിട്ട് നമ്മൾ കടലമാവ് ഓട്ടപാത്രത്തിലൂടെ ഇട്ട് അത് ഇങ്ങനെ വറുത്തിട്ട് പൊടിച്ചിട്ടൊക്കെയാണ് ഉണ്ടാക്കുന്നത്. ഇതങ്ങനെയല്ല ഉണ്ടാക്കുന്നത്, വളരെ എളുപ്പമാണ്. അതിനായിട്ട് കടലപ്പരിപ്പ് ഏറ്റവും കുറഞ്ഞത് ഒരു 4-5 മണിക്കൂർ കുതിർക്കണം. ഒരു രാത്രിയൊക്കെ കുതിർക്കുകയാണെങ്കിൽ നല്ലത്. അങ്ങനെ കുതിർത്തതിന് ശേഷം ഇത് മിക്സിയിലിട്ട് ഒന്ന് അരയ്ക്കണം. അതിൽ വെള്ളം ചേർക്കണ്ട. നന്നായിട്ട് കുതിർത്ത കടലപ്പരിപ്പ് വെള്ളം ചേർക്കണ്ട. അത് അരച്ചെടുക്കുക. തരിതരിയായിട്ട് അരച്ചെടുക്കാനായിട്ട് പറ്റും. പക്ഷെ അതിനകത്ത് അരയാത്ത കടലപ്പരിപ്പുണ്ടെങ്കിൽ അതെടുത്ത് മാറ്റണം. വെള്ളം ഒട്ടും ചേർക്കേണ്ട ആവശ്യമില്ല. ഒരു തരിതരിപ്പായിട്ടാണ് അരച്ചെടുക്കേണ്ടത്. അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് നെയ്യൊഴിച്ച് അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ഈ അരപ്പ് അതിലേക്ക് ചേർക്കുക. എന്നിട്ട് തീ കുറച്ച് വെച്ചിട്ട് കുറച്ച് സമയം ഇത് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി അതിങ്ങനെ ഒരു പൊടിയാകുന്ന രൂപത്തിലേക്ക് ആവും. അത് കുറച്ചിങ്ങനെ ഉണ്ട കെട്ടിയതുപോലൊക്കെ ഇരിക്കും. പക്ഷേ തീ കുറച്ച് വെച്ച് ഏകദേശം ഒരു 20 മിനിറ്റോളം സമയം നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ചെറുതായിട്ട് നമ്മുടെ ചട്ടുക വിട്ടിട്ട് ആ കട്ട കെട്ടിയതുപോലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഉടച്ചു കൊടുത്ത് പരമാവധി ഉടച്ചു കൊടുത്ത് തീ കുറച്ച് വെച്ച് ഇങ്ങനെ ഇളക്കി ഒരു 90% ഈ കടലമാവ് വേകും. അങ്ങനെ അതിങ്ങനെ നല്ലൊരു ഡ്രൈ ഫോമിലേക്ക് ആകും. ആ കളറൊക്കെ മാറി ഒരു 90-95% ചെറു തീയിൽ കിടന്ന് ഈ മാവ് വേകും. അങ്ങനെ ചെറുതായിട്ട് ഇതൊന്ന് മുരിഞ്ഞു വരുന്ന ആ ഒരു സമയമാകുമ്പോഴേക്കും നമ്മളിത് വാങ്ങി മാറ്റി വെക്കണം തണുക്കാനായിട്ട്. അതിനുശേഷം ഇത് മിക്സിയിൽ ഒന്ന് ചെറുതായിട്ട് ഒന്ന് രണ്ട് പൾസ് അങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ ഈ പുട്ടുപൊടിയൊക്കെ കുഴച്ചിട്ട് നമ്മൾ അതിൻ്റെ കട്ടയൊക്കെ കളയുന്ന ഒരു അവസ്ഥ ചെയ്യുമല്ലോ, അതുപോലെ ഇതൊന്ന് ആക്കിയെടുക്കണം. അങ്ങനെ ആക്കിയെടുത്തിട്ട് അതവിടെ മാറ്റി വെക്കണം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് മറ്റൊരു കാര്യം ചെയ്യാനുണ്ട്. അതായത് പഞ്ചസാര ഉരുക്കിയെടുക്കുക. അതിനായിട്ട് ഒരു പാത്രത്തിൽ വെള്ളമൊഴിച്ച് ആവശ്യത്തിന് പഞ്ചസാരയും ഏലക്കാപ്പൊടി ഉണ്ടെങ്കിൽ ഏലക്കാപ്പൊടി ചേർക്കുക. അതല്ലെങ്കിൽ ഏലക്ക ചതച്ചിടുക. അങ്ങനെ ചതച്ചിട്ട് ഈ വെള്ളം പഞ്ചസാര വെള്ളം നന്നായിട്ട് തിളച്ച് ഉരുന്നൂൽ പരുവമൊന്നും ആകണ്ട, എന്നാൽ കയ്യിൽ നന്നായിട്ട് ഒട്ടുന്ന ആ ഭാഗമാകുമ്പോഴേക്കും അത് മാറ്റി വെക്കണം. ഇത് കണ്ടോ, മിക്സിയിലിട്ട് ഞാനൊന്ന് പൊടിച്ചു കൊണ്ടുവന്ന കടലമാവിൻ്റെ കൂട്ടാണ്. ഇനി ഇതും ഒരു 10 മിനിറ്റോളം ചെറുതീയിൽ നന്നായിട്ട് മൊരിയണം. കാരണം നമ്മൾ മുമ്പേ എത്ര ചെയ്താലും അതൊരു 95-90% മാത്രമേ അത് വേഗത്തുള്ളൂ. പക്ഷേ ബാക്കി ചെറുതീയിൽ കിടന്ന് അതൊരു 10 മിനിറ്റോളം അത് നന്നായിട്ട് ആ മാവ് നന്നായിട്ട് മൂക്കണം. അങ്ങനെ മൂത്ത മാവിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന ആ പഞ്ചസാരയുടെ ആ കൂട്ട് അതും കൂടെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കണം. ഇതിലേക്ക് നമുക്ക് കേസരി ഫുഡ് കളറ് അതല്ലെങ്കിൽ ഈ പെർമിറ്റഡ് യെല്ലോയോ ഓറഞ്ചോ എന്തെങ്കിലും കളറ് വേണമെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ ചേർക്കണ്ട. ചേർത്താൽ ഒരു കളറൊക്കെ കിട്ടും. അങ്ങനെ അതും കൂടെ ചേർത്ത് ഈ പഞ്ചസാരയുടെ കൂട്ടിൽ ഇത് നന്നായിട്ട് യോജിപ്പിച്ച് വെക്കണം. വെള്ളം കൂടുതലുണ്ടെന്ന് തോന്നുവാണേലും അത് അതിനകത്ത് കിടന്നൊന്ന് വറ്റി അത് നല്ല ഒരു ഇതിലേക്ക് മാറും. നന്നായിട്ട് കുറച്ച് കഴിയുമ്പോഴേക്കും അത് ആറി വരുമ്പോഴേക്കും ആ വെള്ളമൊക്കെ ആ മാവ് പിടിച്ചിട്ട് നന്നായിട്ടത് യോജിച്ചിരുന്നോളും. അടുപ്പേ വെച്ചൊരു 5 മിനിറ്റ് നമുക്ക് നന്നായിട്ട് ഈ പഞ്ചസാര കൂട്ട് ഇതിലേക്കൊന്ന് ചെറുതീയിൽ യോജിപ്പിച്ച് ഇതിലേക്ക് പഞ്ചസാര നന്നായിട്ട് ആവുന്ന രീതിയിലാക്കണം. പഞ്ചസാരയുടെ അളവും മാവിൻ്റെ അളവും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു അളവ് അത് വെച്ചിട്ട് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എത്ര വേണം പഞ്ചസാര, എത്ര എടുക്കണം, കടലമാവ് എത്ര എടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ.
എന്നിട്ട് ഇത് നന്നായിട്ട് യോജിപ്പിച്ചിട്ട് മാറ്റി വെച്ചിട്ട് ഇതൊന്ന് ഒരു 1/4 ഭാഗം, അതായത് നമുക്ക് എടുത്തുരുട്ടാൻ പറ്റുന്ന ഭാഗമാകുമ്പോഴേക്കും, ആ ഒരു സമയമാകുമ്പോഴേക്കും നമുക്ക് ഒന്നിൽ വെറും കയ്യിൽ ഉരുട്ടാം, അതല്ലെങ്കിൽ കയ്യിൽ നെയ്യ് തടവിയിട്ട് വേണമെങ്കിലും ഉരുട്ടാം. ഇതിൽ വളരെ കുറച്ച് നെയ്യേ നമ്മൾ ചേർത്തിട്ടുള്ളൂ, അതുകൊണ്ട് നെയ്യുടെ ഒരു വലിയ രുചിയുള്ള ഒരു ലഡു ഒന്നുമല്ല. പക്ഷെ നമുക്ക് കൈകൊണ്ട് ചെറിയ ചൂടിൽ നമുക്ക് ഉരുട്ടിയെടുത്തിട്ട് ഭഗവാന് നൈവേദ്യമായിട്ട് വെക്കാം. വളരെ എളുപ്പമാണ്. ആകപ്പാടെ എല്ലാം കൂടെ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ താഴെ അത്രയേ ആകുള്ളൂ. അപ്പം കണ്ണാപ്പിയൊന്നുമില്ല, അങ്ങനെ വറുത്ത് കോരാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉള്ളവർക്ക് ഇതേ രീതിയിൽ നമുക്ക് ലഡു ഉണ്ടാക്കി ഭഗവാന് നൈവേദ്യമായിട്ട് വെക്കാൻ പറ്റും. മറ്റേ ലഡുവിൻ്റെ അതേ ടെക്സ്ചർ തന്നെയാണ്, നല്ല രുചിയാണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ മാവ് നന്നായിട്ട് വേകണം. അപ്പോൾ 2 തവണയായിട്ട് നമ്മൾ ഇതിങ്ങനെ ഇളക്കി യോജിപ്പിച്ച് അതിൻ്റെ ഒരു കളറൊന്ന് ആ കറക്റ്റ് മഞ്ഞ കളറൊന്ന് മാറും. അപ്പോഴാണത് ശരിക്കും നന്നായിട്ട്, കാരണം നമ്മൾ എണ്ണയിലിട്ട് മൂപ്പിച്ച് കോരി എടുക്കുമ്പോഴും ആ മാവിനൊരു ചെറിയൊരു ചുമപ്പ് കളർ വരുമല്ലോ. അപ്പോൾ അതേപോലെ തന്നെ ഇത് മൂപ്പിച്ചെടുക്കണം, ഇല്ലെങ്കിൽ പച്ച ചുവയ്ക്കും ലഡുവിന്. അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പം ഇതേപോലെ ലഡു ഉണ്ടാക്കി നിങ്ങളുടെ സ്വന്തം കയ്യാൽ ലഡു ഉണ്ടാക്കി ഭഗവാന് നൈവേദ്യമായിട്ട് വെച്ച് ഒന്ന് പ്രാർത്ഥിക്കൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പറയുക, ചെയ്തു നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയുക. ഹരേ കൃഷ്ണ.